ഹായ്. സംസാരിക്കാമല്ലോ അല്ലേ? അതോ ബിസിയാണോ? താങ്ക് യു. ഇത് കോയിൻസിഡൻസ് അല്ല. നിങ്ങൾ ഫോണിൽ മീറ്റിംഗ് ഫിക്സ് ചെയ്തത് ഞാൻ കേട്ടു. ഫ്ലൈറ്റിൽ നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞോ അതോ ഇനിയാണോ തുടങ്ങാൻ പോകുന്നത്? കഴിഞ്ഞെങ്കിൽ ഗൂഗിൾ. ഞാൻ നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. കുറച്ചൊക്കെ മനസ്സിലായി. നിങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളത് മനസ്സിലാക്കണം. നിങ്ങളിവിടെ കാണുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഫ്ലൈറ്റിൽ വെച്ച് നിന്നോട് സംസാരിച്ചപ്പോൾ ചുറ്റി വളച്ച് സംസാരിക്കുന്ന ആളല്ലെന്നാ വിചാരിച്ചേ. എന്നാ ചുറ്റി വളയ്ക്കാതെ പറയാം. നീയാണടാ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ. എന്റെ പൊന്നു, എന്റെ മുത്തെന്നൊക്കെ എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ നോക്കി പറയാറുള്ളതാ. അത് നുണയാണെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ നിങ്ങളുടെ അമ്മ നുണ പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ആദ്യം നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണം. കാണാൻ അതിസുന്ദരൻ, ബഹുമെടുക്കനും കൂടിയാ. പക്ഷെ അത്രേ ഉള്ളൂ എന്നറിയണം. എന്റെ ഹൃദയേശ്വരൻ നിങ്ങളാണോ എന്നറിയണം. അതിന് നിങ്ങളുടെ കൂടെ ഒരു കപ്പ് കോഫി കുടിക്കണം. ഇപ്പൊ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല, എപ്പോഴെങ്കിലും. പക്ഷെ വേഗം എന്റെ കൂടെ കോഫി കുടിക്കാൻ വരണം. ആദ്യം തന്നെ മനസ്സിലാവും നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവോന്ന്. ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലോ വീണ്ടും വീണ്ടും ഡിന്നർ, ലഞ്ചസ്, പിന്നെ ഒരുപാട് കോഫിയും കൂടെ. ആദ്യം തന്നെ മനസ്സിലാവും. എന്തോന്ന്? ബാക്കിയുള്ള ജീവിതം നിങ്ങളോടൊപ്പം ആകുമോന്ന്. ഇപ്പൊ കോഫി മാത്രം, മറ്റൊന്നിനെ കുറിച്ചും എനിക്കറിയില്ല. പക്ഷെ കബളിപ്പിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഒരു അനുഭവമല്ലേ സർ? നമുക്ക് നോക്കാം. ഒരു ടോൾ ഫ്ലാസ്ക് കോൾഡ് കോഫി ഓർഡർ ചെയ്താ നന്നായിരുന്നേനെ. ക്രൂരമായി ഒരാളെ കൊല്ലാൻ പോവുകയാണ്. പേടിയുള്ളവരൊക്കെ കണ്ണടച്ചോ, അതാ നല്ലത്. ഫോണിൽ വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ, പെർമിഷൻ ഞാൻ തരാം. വിക്ടർ, പറഞ്ഞ പോരെ, ചെയ്ത് കാണിക്കടാ. ഇതുപോലെ ചെയ്. ഹോസ്പിറ്റലിൽ പോകണം തോന്നുന്നു. ഇവിടെ അടുത്ത്. അവൻ ആരാ ചേട്ടാ? എവിടെ നോക്കിയാലും കാണാമല്ലോ.
അവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജയിലിൽ വെച്ചാ. എന്താ പറഞ്ഞ? ജയിലിൽ വെച്ചെന്നോ? 13 വർഷം മുമ്പ്. സത്യ, കുഴപ്പമൊന്നുമില്ലല്ലോ. യാ കംപ്ലീറ്റ്ലി. ഡോ വറി. നിനക്കോ? ആർ യു ഓക്കെ? കോഫി, ലഞ്ച്, ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പെല്ലാം വേണ്ടെന്ന് തീരുമാനിച്ചു കാണുമല്ലേ? ഞാനവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പുറപ്പെട്ടേനെ. ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ കാരണോ? ശരിയാ, നീ കാരണം തന്നെയാ. നിനക്ക് വേണ്ടിയാ വന്നത്. നിന്നെ അവർക്ക് വേണം. അതിലൊരുത്തിന് മാത്രം എന്നെയും വേണം. മറ്റുള്ളവർക്ക് നിന്നെയും. ഒരു വെടിക്ക് 2 പക്ഷി. യുനോ? പാടൻ? അവരാരാ? എന്നെന്തിനാ അന്വേഷിച്ചു വന്നത്? പേടിക്കൊന്നും വേണ്ട. നീ എന്നോടൊപ്പം ഉണ്ടാകണമെങ്കിൽ, അതായത് ഞാൻ പറയുന്ന പോലെ കേൾക്കണം. ഇത് എനിക്കിഷ്ടമായി. ഇവരാരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഫ്ലൈറ്റ് മീറ്റ് ചെയ്തത് കോയിൻസിഡൻസ് അല്ലേ? പിന്നെ നിങ്ങളെങ്ങനെയാ എന്നെക്കുറിച്ച്? 3 ഫോൺ കോൾ. നിന്നെ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തി ഫ്ലൈറ്റിൽ. നിങ്ങൾ പോലീസ് ഓഫീസർ അല്ലേ? അല്ല. നിങ്ങളെ വിശ്വസിക്കാമോ? അത് മാത്രം തീർച്ചയായും വിശ്വസിക്കാം. ഓക്കെ, ഇത് വളരെ സീരിയസ് കാര്യം. അതെന്റെ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷന് ചേരില്ല. ഞാൻ സീരിയസ് അല്ല. എനിക്കൊരു വിഷമവും ഇല്ല, പേടിയുമില്ല. ഐ എം സീരിയസ് അബൌട്ട് യു ദോ. ബേബി ഡാർലിംഗ് സ്വീറ്റ് എന്നൊക്കെ സംസാരിച്ചു ഫ്ലൈറ്റില്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒബ്വിയസ്ലി എനിക്കിത് വേണ്ട. പാടില്ല, അത് നല്ലതല്ല. എനിക്ക് വേണ്ട, എല്ലാം തന്നെ. അതുകൊണ്ട് ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞതാണല്ലേ? കല്യാണം നടക്കുമെന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ? അപ്പൊ കുഞ്ഞുണ്ടോ? അതാണോ ബേബി ഡാർലിംഗ് സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞത്? ഒരു പെൺകുട്ടി. അതിനർത്ഥം കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. കറക്റ്റ്? റോങ്. സിഗ്നൽ. എന്നെപ്പറ്റി അവളൊന്നും അറിയാതിരിക്കുക നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവളുടെ ചോദ്യങ്ങളെല്ലാം എന്നെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തു ചെയ്യാനാ? ക്രിക്കറ്റ് ടീമിൽ സെലക്ട് ആവാൻ കഴിഞ്ഞില്ലല്ലോ. വീണ്ടും അടുത്ത വർഷം ട്രൈ ചെയ്യാലോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേ, ഇനിയും നന്നായിട്ട് കളിക്കാൻ പറ്റും. അത് കാണുമ്പോ അവര് തന്നെ വാടാ മോനെന്ന് പറഞ്ഞ് നിന്നെ കളിക്കാൻ വിളിക്കും. വേണ്ട അച്ഛാ, സ്കൂളിൽ പോവാനേ എനിക്ക് തോന്നുന്നില്ല. ഒരു എൻജോയ്മെന്റ് ഇല്ല അച്ഛാ. ഇത് തെറ്റാണ് മോനെ. ഈ പ്രായത്തിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു എൻജോയ്മെന്റും ഉണ്ടാവില്ല. അമ്മയുടെ ആഗ്രഹം എന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നാ. നല്ല കാര്യമല്ലേ? അതിന് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അച്ഛന്റെ ആഗ്രഹം എന്താ? ഞാൻ ആരാകണമെന്നാ വിചാരിക്കുന്നേ? ഞാനൊന്നും പറയില്ല. 2-3 വർഷം കഴിയുമ്പോ നിനക്ക് തന്നെ തോന്നും. അപ്പൊ എന്നോട് പറ, അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ ടെറസിന്റെ മുകളിലിരുന്ന് സംസാരിക്കുമ്പോൾ മോൻ എന്താ പറഞ്ഞേ? വിത്ത് ഓൾ യുവർ ഹാർട്ട്. വിത്ത് ഓൾ യുവർ ഹാർട്ട്. നമ്മൾ ആരാകണമെന്ന് വിചാരിക്കുന്നോ അതിന് മാനസികമായിട്ട് തയ്യാറെടുക്കണം, കഠിനാധ്വാനം ചെയ്യുകയും വേണം. എങ്കിലേ എന്റെ പ്രായമൊക്കെ ആകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നമ്മൾ നേരായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന്. കിക്കർ ചവിട്ടി ചവിട്ടി ആ സ്കൂട്ടറിന് ജീവൻ കൊടുക്കുന്നതാണ് ഞാൻ അവസാനമായി കണ്ടത്. സർ, സർ എന്താ ഇത്? ആരാ? പോലീസിൽ ഫോൺ ചെയ്ത് പറ. പതിനഞ്ച് നിമിഷം മാത്രമേ
പിന്നീട് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നുള്ളൂ. സത്യ വിളിച്ചോണ്ട് പോകുമെന്ന. സത്യ വാ മോനെ. അച്ഛനെ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് കിടത്തിയിരുന്നു. പിന്നീട് ജീവിതത്തിൽ ഒരുപാട് കണ്ടു. പക്ഷേ എന്നെ അത് മറ്റൊരു രീതിയിലും ബാധിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ. ഡാങ്സ്റ്റർ എന്ന് വെച്ചാൽ നിനക്ക് എന്താണെന്നറിയോ? ഡാങ്സ്റ്റർ എടാ, എനിക്കറിയില്ല. നിന്റെ അച്ഛൻ അവനെ അറിയാതെ പോയി. വെറുതെ വെടിവെച്ച് കൊല്ലുവടാ. എടാ എന്താടാ? കഴിക്ക് സത്യ. 13 വയസ്സിൽ പ്രതികാരം ചെയ്യണമെന്ന് തോന്നി. എൻ്റെ അച്ഛനെ കൊന്നവരെ പോലെ ഒരുപാട് പേരുണ്ട്. അവരെ എല്ലാവരെയും തീർക്കണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അവരിലൊരാളായി മാറണമെന്ന്. സത്യത്തിൽ കടലിനും ചെകുത്താനും നടുവിലായതുപോലെയായി. ഒരു വശത്ത് ഞാൻ നല്ലവനാകണം, മറുവശത്ത് ഞാൻ മോശപ്പെട്ടയാൾ. ഏതെങ്കിലും ഒരു വശം തിരഞ്ഞെടുത്തേ മതിയാകൂ എന്നൊരു സമയം എൻ്റെ ജീവിതത്തിൽ വന്നു. സ്കൂൾ ജീവിതം അവസാനിച്ചൊരു സമയമായിരുന്നു അത്. അതിനുശേഷം ഞാൻ ഡോക്ടറാകണമെന്ന് അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം 5 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയും എന്നെ വിട്ടുപോയി. അങ്ങനെ ജീവിതം എന്നെ വല്ലാതെ മാറ്റിയെടുത്തു. നീയാണോ സത്യ? അത് ചോദിക്കുന്നവൻ്റെ അർഹത പോലിരിക്കും. വിക്ടർ. നിനക്ക് ചോദിക്കാം. നീ എന്താ മാത്യുവിൻ്റെ ആളാണോ? ആ തമ്പിയുടെ ആൾക്കാർ ഇന്ന് നിന്നെ കൊല്ലാൻ ശ്രമിക്കും. ശ്രദ്ധിച്ചാൽ കൊള്ളാം വിക്ടർ. ഓ, പറഞ്ഞത് മാറ്റമില്ലല്ലോ. പക്ഷെ ആൾക്കാർ 5-8 പേരുണ്ടല്ലോ. കുത്തി കീറോടാ ഞാൻ. Hey!